കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ വാഹനങ്ങളുടെ ഭയങ്കര തിരക്കാണ്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ പോലീസുകാരിങ്ങനെ വാഹന പരിശോധനയ്ക്കാണോ എന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്താണ് കാര്യം കേട്ടോ. സാർ കുറേ നേരം ഇവിടെ നിൽക്കുന്നത്, എന്താ പരിപാടി ഇവിടെ? ഞങ്ങൾ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഓണത്തോടനുബന്ധിച്ച് കോഴിക്കോട് സിറ്റിയിൽ മാല മോഷണം പിടിച്ചുപറി അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അന്യ സംസ്ഥാനത്തുനിന്ന് വന്നിട്ടുണ്ട്, നമ്മുടെ സംസ്ഥാനത്തുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ അവർ വന്ന് ഈ വില കൂടിയ ആഭരണങ്ങൾ മറ്റും മോഷ്ടിക്കാനും പിടിച്ചു പറിക്കാനും സാധ്യതയുള്ളതായിട്ടുള്ള വിവരങ്ങളുണ്ട്. അങ്ങനെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജില്ലാ പോലീസ് മേധാവി ഞങ്ങളോട് നിർദ്ദേശിച്ചതാണത് ജനങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു ബോധവൽക്കരണം നൽകാൻ വേണ്ടിയിട്ട്. ആ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ബസ്സുകളിൽ കയറി അതുപോലുള്ള ആളുകൾ കൂടുന്ന സ്ഥലത്ത് ജനങ്ങളെ ഒന്ന് ബോധവൽക്കരിക്കുകയാണെന്ത് അവരുടെ കൈവശമുള്ള മുതലുകൾ, ആഭരണങ്ങൾ, പേഴ്സ്, അതുപോലെ വില കൂടിയ മൊബൈൽ ഫോണുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ സൂക്ഷിക്കണം, ഉണ്ടാവാൻ പോകുന്ന തിരക്കിനകത്ത് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് അവർക്കൊരു ബോധവൽക്കരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ഞങ്ങൾ ചേവായൂർ പോലീസ് മാത്രമല്ല കോഴിക്കോട് സിറ്റിയിലെ എല്ലാ സ്റ്റേഷനിലും പോലീസ് ഇത് ചെയ്യുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെയും അസിസ്റ്റൻറ്റ് സൂപ്രണ്ടിൻ്റെയും നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ദേശീയോത്സവമായ ഓണം കടന്നു വരികയാണ്. ഓണത്തോടനുബന്ധിച്ച് നിങ്ങൾ സിറ്റിയിൽ പോകുന്ന സമയത്ത് സിറ്റിയിൽ കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ തിരക്കിൻ്റെ ഇടയിൽ അന്യ സംസ്ഥാനത്തു നിന്നും നമ്മുടെ സംസ്ഥാനത്തു നിന്നുമുള്ള മോഷ്ടാക്കൾ അനേകം ആളുകൾ സിറ്റിയിൽ വന്നിട്ടുണ്ട്. അത് ജില്ലാ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവർ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചെങ്കിൽ തിരക്ക് കൂടുന്ന സ്ഥലത്ത് ഈ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങളുടെ ശ്രദ്ധയെ തെറ്റിച്ചുകൊണ്ട് നിങ്ങളുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങളും നിങ്ങളുടെ കൈവശമുള്ള ക്യാഷ്, മൊബൈൽ ഫോൺ തുടങ്ങിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ കവർച്ച ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ വന്നിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഏത് വിധത്തിലാണ് നിങ്ങളുടെ ആഭരണങ്ങൾ സൂക്ഷിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഞങ്ങളൊരു ചെറിയ ഡെമോ കാണിച്ചു തരാം. ഈ മോഷ്ടാക്കൾ അറിയാതെ, ആരും അറിയാതെ ഇത് എങ്ങനെ സേഫായി നമ്മുടെ ശരീരത്തോട് ചേർത്ത് വെക്കാം എന്ന് നമ്മൾ പഠിക്കുക. അതായത് ചെറിയൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച്, അതായത് വളരെ വില കുറഞ്ഞ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് നിങ്ങൾ ഇത്രയും വില കൂടിയ ആഭരണങ്ങൾ എങ്ങനെ സേഫാക്കാം എന്നൊന്ന് കാണിച്ചു തരാം. ഈ തിരക്കിനിടയിൽ നിന്ന് ഈ മാല നിങ്ങൾ അറിയാതെ അവർ ചെറുതായി കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് വലിക്കുന്ന സമയത്ത് നമ്മളിത് വസ്ത്രത്തോട് ചേർത്ത് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് അറിയാൻ കഴിയും, നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല. കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് സിറ്റിയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാർ ഇതുപോലെ ഒരു ബോധവൽക്കരണം നടത്തുന്നത്. ആഭരണങ്ങൾ ധരിക്കുന്ന സമയത്ത് വലിയ വില കൂടിയ ആഭരണങ്ങൾ ധരിക്കാതെ അത്യാവശ്യമുള്ള ആഭരണങ്ങൾ മാത്രം ധരിച്ച് നിങ്ങൾ യാത്ര ചെയ്യുക. യാത്ര ചെയ്യുന്ന സമയത്ത് അപരിചിതരായി നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുകളെ നിങ്ങൾ സൂക്ഷിക്കുക. ആളുകൾ കൂട്ടം കൂടുന്ന സ്ഥലങ്ങളിൽ, തിക്കും തിരക്കും ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ സ്വയം സൂക്ഷിക്കുക. സാർ പറഞ്ഞത് കേട്ട് ഇത്തരം ക്ലാസ്സുകളൊക്കെ നല്ലതാണ്. പിന്നെ പുറത്തു പോകുമ്പോഴൊക്കെ ഒന്നും കൂടെ ശ്രദ്ധിക്കണം. വന്ന് ക്ലാസ് എടുത്തന്ന് മനസ്സിലായി. ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇങ്ങനെ ജില്ലയിൽ മുഴുവൻ ബോധവൽക്കരണ ക്ലാസുകളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ക്യാമറമാൻ KP ഷൈജുവിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്.